ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. നിർത്ത്. നിന്റെ തക്കിട തരികിട കൊട്ട് ഇവിടെ അല്ല കൊട്ടേണ്ടത്. ഇവിടെ അല്ലേ കൊട്ടേണ്ടത്? അല്ല, ബാങ്കിന്റെ ഫ്രണ്ടിലാണ് കൊട്ടേണ്ടത്. ബാങ്കിന്റെ ഫ്രണ്ടില്? ഓ, കഴിഞ്ഞ ആഴ്ച എന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി മാനേജരും ടീമും വന്നപ്പോ നീയും കൂടെ വന്നു ഇവിടെ ചെണ്ട കൊട്ടാൻ. അതെ. ഇന്ന് ഞാൻ പൈസ തിരിച്ചടയ്ക്കാൻ പോവുകയാണ്. ഈ നാട്ടുകാരുടെ മുമ്പിൽ മൊത്തോ എന്നെ ചെണ്ട കൊട്ടി നാണം കെടുത്തി. കൈകൊട്ടിക്കാരിയായിരുന്ന എന്റെ കൂടെ കളിച്ചവരെല്ലാം തിരിച്ചു പോയി. അപ്പൊ ആ മാനം എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ആ വേട്ടാവുളിയൻ ബാങ്ക് മാനേജരുടെ മുമ്പിൽ ഞാൻ ചെണ്ട കൊട്ടി നാട്ടിക്കും. അവിടെയാ? അവിടെ. ഓ, പകരത്തിന് പകരം. പകരത്തിന് പകരം. പക്ഷെ അതിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. എന്ത്? കാരണം ഈ ജപ്തി നടക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് തരുന്നവരാണ് ആ ബാങ്കുകാർ. അപ്പൊ ഞാൻ എന്റെ ചെണ്ടയെ തന്നെ മണ്ണ് വാരി ഇടുക എന്ന് പറഞ്ഞാൽ ശരിയാവുന്ന കാര്യം. എന്തിനാ നീ ആ ശാപം പിടിച്ച പൈസ നീ ഏറ്റുവാങ്ങുന്നത്? എന്റെ കൂടെയാണെങ്കിൽ കൈകുട്ടിക്കാരികളായ ബിന്ദു, രമണി, സിന്ധു, കരള, രവതി എല്ലാരും ഉണ്ട്. നിനക്ക് അവരെ സെന്ററിൽ നിന്ന് ചെണ്ട കൊട്ടി കൂടെ പൈസ ഞാൻ തരാം. പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്. ബാങ്ക് വേണ്ട, പിന്നെ കൈകൊട്ടിക്കളി. പിന്നെ നടക്കുവാനെ അങ്ങോട്ട്. അതാണ് നല്ലത്. നേരെ ബാങ്കിലോട്ട് പോവാം. ഓ, അതൊന്നും അല്ലടാ. ഈ വീടും ഈ സ്ഥലവും എന്റെ അണ്ണന്റെ മണ്ണാട്ട. എങ്ങനെ ജീവിച്ച മനുഷ്യനായിരുന്നു. എല്ലാ മനുഷ്യന്മാരും ജീവിക്കുന്നുള്ളത് തന്നെ. മൂക്കിൽ കൂടെ ശ്വാസം എടുക്കും, വായി കൂടെ വിടും. ഒരു ദിവസം വലിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെ തീർന്നതായിരിക്കും. അങ്ങനെയല്ലെന്ന്. പിന്നെ പിടിവാശി നടന്നപ്പോഴാണ് എന്റെ ഭർത്താവ് മരിച്ചത്. എന്റെ ചേച്ചി പിടിവാശി നടക്കാൻ നേരത്തെ എങ്ങനെ ഒരു പിടിവാശി കൊണ്ട് ആള് മരിക്കാന്ന് പറഞ്ഞത് എങ്ങനെയാ? ഒരു ദിവസം ചാരി കസേരയിൽ വീട്ടിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അറിയാതെ ഒരു കൊതുക് വന്നാണ് എന്റെ മൂക്കിലോട്ട് കയറി അങ്ങ് പോയി. എന്റെ അനുവാദമില്ലാതെ എന്റെ മൂക്കിലോട്ട് കയറണാടാ കൊതുകേന്നും പറഞ്ഞ് ഇങ്ങനെ മൂക്ക് വായി കൂടി പൊത്തി അങ്ങ് പിടിച്ചേ. എന്റെ കൊതുക് ചത്താ? കൊതുകൻ ചത്ത, അണ്ണനും ചത്ത്. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുള്ളടാ. കുഴിമാടത്തിനിടപ്പ് പ്രാർത്ഥിക്കാൻ പറ്റൂല. കൊതുകിന്റെ ബന്ധുക്കാർ കൊതുകൾ വന്ന് കുത്തലോട് കുത്തലേ. പിന്നെ ചേച്ചി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചേച്ചിയുടെ ഈ ലോണ് അടവ് മുടങ്ങിയതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയാവാ? ചേച്ചിയുടെ നടപ്പ് ശരിയല്ല. നടപ്പ് ശരിയല്ല. എന്റെ ഈ നടപ്പിന് എന്തരടാ പ്രശ്നം? ഇനി ബാങ്കിൽ ഞാൻ ഈ പ്രത്യേകിച്ച് ചേച്ചിയുടെ അടവ് ശരിയല്ലെന്ന്. എന്റെ അടവ് ശരിയല്ലെന്ന്. എന്റെ ഭർത്താവ് പുരുഷാണ് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വർഷാപ്പുറത്തിന് വിജയനായിട്ട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. അത് മറച്ചു വെച്ചാണ് എന്റെ കല്യാണം നടന്നത്. അന്ന് എന്റെ അച്ഛൻ പറഞ്ഞല്ലോ, പാരിജാതത്തിന്റെ അടവ്. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ ചെന്നു. പുരുഷന്റെ അമ്മ പുരുഷണം ഇല്ലാത്തപ്പോ ഞാൻ കവിളൊക്കെ ഇട്ടവും കുത്തും. അണ്ണ ഉള്ളപ്പോ സ്നേഹിക്കും. അപ്പൊ അമ്മായിയും പറഞ്ഞു, പാരിജാതത്തിന്റെ ഒരു അടവ്. ഇപ്പൊ നീ ഇവിടെ വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി, ഓസിന് ചെണ്ട അടിക്കാൻ, ചേച്ചിനെ സഹായിക്കാൻ വേണ്ടി. അതുകൊണ്ട് പൈസ തരത്തില്ല. ആ അടവ് ഇവിടെ ചെലവാകില്ല, മനസ്സിലായോ? ഞാൻ കാശ് മേടിച്ച് കൊട്ടുന്ന ഒരാളാണ്. ചേച്ചിക്കറിയാവോ, എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ നല്ല പട്ടിണി അനുഭവിച്ച ഒരു കുടുംബമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തമായിട്ടൊരു വീടില്ല. എന്തിനു പറയുന്നു, കക്കൂസ് പോലും ഇല്ല ചേച്ചി. അച്ഛന്റെ പേരെന്തുവാടാ? ചക്രവർത്തി. സ്വന്തമായിട്ടൊരു സിംഹാസനമില്ല, അച്ഛന്റെ പേര് ചക്രവർത്തി എന്ന്. ഒരു അനിയത്തി ഉണ്ടായിരുന്നല്ലേടാ? പെങ്ങളുട്ടിയുണ്ട്. എങ്കിൽ പിന്നെ രാവിലെ വല്ലതും കഴിച്ചിട്ട് പ്രാഥമിക കർമ്മങ്ങൾക്ക് അനിയത്തിന്റെ വീട്ടിൽ പോയിക്കൂടെ? ചേച്ചി പറഞ്ഞു വരുന്നത്, കൊച്ചി കിടക്കുന്ന ഞാൻ 2 ദോശ നിന്നുകൊണ്ട് ഊട്ടി കിടക്കണ എന്റെ പെങ്ങളുടെ വീട്ടിൽ പോയി കാര്യം സാധിക്കണം. ബാംഗ്ലൂർ നടക്കണം. അല്ല, നടക്കാൻ ചേച്ചി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ ലോണും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ലോൺ എടുക്കാം, കാരണം ബാങ്കിൽ പരിചയമുണ്ട്. പക്ഷേ എടുത്താൽ ഞാൻ ഉറപ്പായിട്ടും അത് മുടക്കും. അങ്ങനെ മുടക്കേണ്ടി വന്നാൽ എന്റെ വീടിന്റെ ജപ്തിക്ക് ഞാൻ തന്നെ ഇന്ന് ചെണ്ട കൊട്ടേണ്ടി വരും. നാട്ടുകാർ കാണാൻ നേരത്തെ എന്ന് പറയും, ദാണ്ട് അവന്റെ വീട് ജപ്തി ചെയ്തോണ്ട് പോകാൻ നേരത്ത് അവൻ തന്നെ ഇന്ന് ചെണ്ട കൊട്ടുന്നത്. അതുകൊണ്ട് ആ പരിപാടിക്ക് എന്നെ കിട്ടൂല. സമയം പോണ്ട, അവിടെ ചെല്ലണം, ചെണ്ട കൊട്ടണം. എനിക്ക് ആ മാനേജറെ എനിക്ക് നാറ്റിക്കണം. ഞാൻ കൂടെ കൊട്ട. എടി എന്റെ പൊന്നടി, ഞാൻ പറയുന്നു ഒന്ന് കേക്കടി. നീ പറയുമ്പോ ഇതെല്ലാം കൂടെ പൂട്ടിക്കെട്ടി നിന്റെ അടുത്തോട്ട് വരാൻ വേണ്ടി ഞാൻ ഇവിടെ മുറുക്കാങ്കട ഇട്ടേക്കുമല്ല. ഇത് വലിയൊരു ബാങ്കാണ്. ഞാൻ ഇവിടുത്തെ മാനേജരും. എന്റെ പൊന്ന് ത്രാശാമേ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എടി, ഔസേപ്പ് മുതലാളിയുടെ 51 കോടി ഇവിടെ ബാങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും മാനേജരായ ഞാൻ റീജിയണൽ മാനേജരായില്ലേ? റീജിയണൽ മാനേജർ എന്ന് വെച്ചാൽ എന്തുവാന്നാ? വൈകുന്നേരം വരുമ്പോ പറഞ്ഞു തരാം ഞാൻ. പിന്നല്ലാതെ ഒരു വിവരവും
ബാങ്കിന്റെ ആഘോഷം വല്ലോ ആണ്. അല്ലല്ലല്ല. അപ്പൊ ഓണമല്ലെന്ന് മനസ്സിലായി. ഓണമാണെങ്കിൽ മാവേലി കൂടെ കാണുമല്ലോ. മാവേലിയൊക്കെ എന്തിന്? പിന്നെ? അത്തത്തിനിടാനുള്ള പൂവല്ലേ വന്ന് നിൽക്കുന്നത്. അത്തത്തിനോടുള്ള പൂവും കൊണ്ടാണ് വന്നത്. ആ. എവിടെ ഇരിക്കുന്നു പൂ? ആണ്ടോ നിൽക്കുന്ന പാരിജാതം. ഈ നിൽക്കണ പാരിജാതത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ ഇവളെ കൂന്തളിപ്പും അട്ടകാസവും ഒന്ന് കാണണമായിരുന്നു. എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്ന് ചെണ്ട കൊട്ടി നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി. അതുകൊണ്ട് ദാ ഇരിക്കുന്ന പൈസ ഈ ബാങ്കിലുള്ളവരെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ചെണ്ട കൊട്ടി നിന്നെ നാണം കെടുത്തിട്ടേ പോവുള്ള മാനേജരെ. എന്നെ നാണം കെടുത്തു. ദേ, ഞാനൊരു കാര്യം പറയാൻ പോണ്ട്. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. ഇവിടെ വേറെ കള്ളത്തരങ്ങളും കളിയൊന്നും നടക്കൂല. പാപ്പം തരൂല. അല്ലെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് എന്തിന് പാപ്പ പോ ചോറിന്റെ സമയമല്ലേ? അല്ല, ചേച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ട, പാപ്പം കിട്ടിയാൽ ഞാൻ കഴിക്കും, ഞാൻ കഴിച്ചോളാം. നീ എന്തോടാ ഈ പറഞ്ഞോണ്ട് വരുന്നത്? പാപ്പം തരൂലെന്ന് പറഞ്ഞ പാപ്പം തരൂല എന്നല്ല പറഞ്ഞത്. ഈ പാപ്പം കുരുവിള ഒന്നിനും സമ്മതിക്കൂല, തരൂല. മനസ്സിലായ? ഞാനാ. ഇതിന്റെ ഇടയിൽ കയറി ഇടപെടാൻ നീ ആരാണ്? മൂലമറ്റം വേണു. Shut up your bloody mouth. The bank is a very popular bank. ചേച്ചി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. എന്തുവാടാ? ഈ ബാങ്ക് കോപ്പിലെ ബാങ്കാണ്. പോപ്പുലർ ബാങ്ക് എന്നല്ല പറഞ്ഞത്. വെരി പോപ്പുലർ ബാങ്ക്. ഐ ആം എ റെപ്യൂട്ടഡ് ബാങ്ക് മാനേജർ. മൈ റെസ്പോൺസിബിലിറ്റി ഈസ് മൈ കസ്റ്റമേഴ്സ് പ്രിവിലേജസ്. യു നോ. KSATC Bank of the Democracy Party of the Agriculture Farm of the Darkness is with everything that day. മനസ്സിലായില്ല? നിങ്ങളെ സ്വന്തക്കാരെ കാര്യം നിങ്ങളും പറഞ്ഞു, എന്റെ സ്വന്തക്കാരെ കാര്യം ഞാനും പറഞ്ഞു. എന്നാലും കൗണ്ടർ ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇംഗ്ലീഷ് കുത്തിക്കയറ്റിയതാണെന്ന് പറയുന്നു. പിന്നെ പരിചയം ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. ഞാൻ ഇന്ന് വരെ ഒരു കസ്റ്റമേഴ്സിന്റെ മുമ്പേ എന്നെ നട്ടല് വളച്ചിട്ടില്ല. ആണ്ട് ഒരു 2000 നോട്ട് കിടക്കുന്നു. വളഞ്ഞല്ലോ ചമ്മി വളഞ്ഞു. എന്റെ സാറ് ഒരു കാര്യം മനസ്സിലാക്കണം. 2000 നോട്ട് നിരോധിച്ചില്ലേ? എപ്പോ? അതറിഞ്ഞിട്ടില്ലേ? ഇല്ല. ആരാന്നാ പറഞ്ഞേ? മാനേജർ. ഇത് മാനേജറല്ലേ, ഇത് കേണ. ഒരു കാര്യം ചെയ്യും. കഴിഞ്ഞ തവണ ഞാൻ പൈസ എടുക്കാൻ വന്നപ്പം ഈ ബാങ്കിനകത്ത് അക്കോറിയത്തിനകത്തിരിക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ, പൈസ ഇടണോ? അക്കോറിയത്തിനകത്താ? കണ്ണാടി കുട്ടിനകത്തിരിക്കൂലേ? പൊന്നു ദൈവം. അവരുടെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബഷീർ. ക്യാഷ്യർ എന്നാണ് ഉദ്ദേശിച്ചത്. പെരിക്കട അങ്ങോട്ട്. ആയിക്കട്ടെ. ആൾക്കാരെല്ലാം കേട്ടെ. ദാ ഇവിടെ പൈസ ഇങ്ങനെ തരാത്തോണ്ട് മാനേജറെ നാണം കെടുത്താൻ പറ്റില്ല. ഹലോ മോനെ, ആക്ഷൻ ഓക്കെ. തെറ്റ്. സൗണ്ടിന് എന്തോ ചെയ്യും. മനസ്സിലായില്ല. കോലെവിടെ? ചെണ്ടയുടെ കോല് എവിടെ? എവിടെ? എന്റെ ചെണ്ടയുടെ കോല് എവിടെ? ഒട്ടൊരു കൊട്ടറ. എന്റെ ദൈവം, എന്റെ ചെണ്ടയുടെ കോല്. വെള്ളപ്പാൻറ്റി ഉജാല് പറ്റി ചേട്ടാ. ഹലോ, എന്റെ കോല് കണ്ടായിരുന്നോ? ചെണ്ടയുടെ തുണിക്കട നിൽക്കുന്ന ചേച്ചിമാരെ ഒരു കോലിപ്പോ ഇങ്ങോട്ട് വന്നായിരുന്നു, കണ്ടായിരുന്നു ആരെങ്കിലും? എന്നാലും എന്റെ കോല് ഇത് എവിടെ പോയെന്നാണ് മനസ്സിലാകാത്തത്. ആ കോല് ഇങ്ങോട്ട് എവിടെന്നെങ്കിലും പോണ കണ്ടായിരുന്ന? ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണ് എന്റെ കോല്. ആണോ ഉദ്ദേശിച്ചത്? ഈ കോലും കൊണ്ട് എന്റെ ബാങ്കിന്റെ ഫ്രണ്ടിൽ വന്ന് കഴിഞ്ഞ് ഈ പീത്തള തള്ള പറഞ്ഞതുപോലെ നീ ഇവിടെ കിടന്ന് ചെണ്ട കൊട്ടി എന്റെ വിലയും നിലയും നീ കളഞ്ഞു. അതുകൊണ്ട് ഇനി നീ എങ്ങനെ ചെണ്ട കൊട്ടുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കോല് ഇവിടെ ഇരിക്കും. അല്ല, കോലോട് നോക്കരുത്. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പൈസ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ പൈസ അടച്ചിട്ട് റെസിപ്റ്റ് മേടിക്കുക, അന്തസ്സായിട്ട് വീട്ടിലോട്ട് പോ. ഓക്കെയോളാം. പ്രശ്നം തീർന്നു. പൈസ അടയ്ക്കാം. കാരണം പൈസ അടച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ നാണം അകത്ത് കയറൂല. ഞാൻ ഇതിനകത്തോട്ട് ഞാൻ കയറൂല. കയറരുത്. മേല ലോണെന്നും പറഞ്ഞുകൊണ്ട് ഈ പരിസരത്ത് പൈസ നമുക്ക് ആരും പൈസ വേണ്ട. നമ്മൾ എന്റെ ഭർത്താവ് എന്നെ അങ്ങനെ തന്നെ ജീവിച്ചത്. അടാ ഇതരടെ ഇത് നിക്കറിന്റെ പോക്കറ്റിലായിരിക്കും കാശ്. ഇതോടെ ഇത് ജുബയുടെ പോക്കറ്റിലായിരിക്കും കാശ്. അതിന് പോക്കറ്റില്ല, അപ്പൊ അതിനകത്ത് കാശില്ല. ഹലോ ഹലോ അപ്പൂപ്പ എവിടേക്കാണ് അപ്പൂപ്പ? മോളെ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാശിക്ക് പോവാന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൂപ്പ കാശിയിലെത്തിയാ? കാശിയിലെത്തിയില്ല, പകുതിയായി. പകുതിയായോ? അയ്യോ, അപ്പൂപ്പ ഒരു അബദ്ധം പറ്റിയ അപ്പൂപ്പ. എന്നാ പറ്റി മക്കളെ? അപ്പൂപ്പ എടുത്തോണ്ട് പെട്ടിക്കകത്തായിരുന്നു പൈസ. ആ. ഞാൻ എടുത്തോണ്ടുവന്ന പെട്ടിക്കകത്ത് അപ്പൂപ്പന്റെ നിക്കറും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൂപ്പ. വെട്ടി മാറിപ്പോയാ? ഓ, മാറിപ്പോയി അപ്പൂപ്പ. അയ്യോ മക്കളെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഓ, അപ്പൂപ്പൻ കാശിക്ക് പോകുന്നില്ല. നല്ല നല്ല അപ്പൂപ്പ, നല്ല ഉമ്മ ഉമ്മ. അപ്പൂപ്പ തിരിച്ചോ അപ്പൂപ്പ? അല്ല, അതല്ല, അപ്പൂപ്പനെ ഒന്ന് തിങ്ക് ചെയ്തപ്പോളേ ആ. ഇത്രയും കാശില്ലേ, ഓ, അപ്പോ നേരെ പട്ടായപ്പോ എന്റെ മുട്ടൊന്ന് തിരുമിക്കാന്ന് കരുതി. എവിടെ? അല്ല പോ. അപ്പൂപ്പ വെക്കല്ലേ, ഏയ്, ഒന്നുമില്ല. വെച്ചോ. കോലില്ലെങ്കിലും ഞാൻ കൊട്ടും. എന്റെ സ്വല്ല ആൾക്കാർ എവിടെ ഇരിക്കുന്നു?
അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് മൊത്തത്തിൽ ആൾക്കാർ ഇരിക്കുന്നു. ചെണ്ട കൊട്ടാൻ പാടുണ്ടോടാ? മാന്യനായ ഒരു ചെറുപ്പക്കാരൻ നമുക്കിങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടേടാ? അറിഞ്ഞുകൂട്. പണ്ട കൊട്ടാനല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? കൊട്ടണ്ട. പിന്നെ ഈ പട്ടാര വരെ പോവാൻ എത്ര ദിവസം എടുക്കും? ഒരു 2 ആഴ്ചയാവും പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിലേ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് അടച്ചാ പോരെ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ അപ്പൂപ്പൻ ഒരു തീർത്ഥാടനത്തിന് വേണ്ടി പട്ടാര വരെ പോയിരിക്കുകയത്. തീർത്ഥാടനത്തിന് ഉയരുണ്ടെങ്കിൽ തിരിച്ചു വരും. അന്നേരം പൈസ അടച്ചാ പോരെ? 2 ആഴ്ച കഴിഞ്ഞിട്ട്. ഓ, നീ ഒരു ഉണക്ക ചെണ്ടക്കാരനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കൊട്ടി എന്നെ നാണക്കേട് വരുത്തിച്ച്. ഞാൻ നാളെ രാവിലെ 10 മണിക്ക് ഒരു ചെണ്ടക്കാരനെ അല്ല 1 ലോഡ് ചെണ്ടക്കാരനായിട്ട് നിന്റെ വീട്ടിലോട്ട് വരും. മനസ്സിലായ? വന്ന് നിന്നെ നാണം കെടുത്തും. അതെ. നിന്റെ തൊലി ഉരിക്കും. നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലിറക്കി നിന്റെ വീട് ജപ്തി ചെയ്യും ഞങ്ങൾ ബാങ്കുകാർ. മനസ്സിലായ? ഒരു കാര്യം ചെയ്യും, ഞാൻ കൊട്ടും. കൊട്ടടാ അങ്ങോട്ട്. ഞാൻ കൊട്ടും. അങ്ങനെ ഇവരുടെ കൂടെ അല്ലേ, ഞാൻ സാറിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഞാൻ കൊട്ടും. സാധനത്തിനെ ഈ പാരിജാതത്തിനെ കൊട്ടി വീട്ടിൽ കൊണ്ടാക്ക്.